പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തിങ്കളാഴ്ച ആരംഭിക്കും. യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സപ്താഹയജ്ഞം. ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാമി ഉദിത് ചൈതന്യയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹയജ്ഞം 18-ാം തീയതി ആരംഭിച്ച് 25-ാം തീയതി സമാപിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 5-ന് വിഗ്രഹ പ്രതിഷ്ഠ, 5:30-ന് കലവറ നിറയ്ക്കൽ, സാംസ്കാരിക സദസ്സ് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. 19 മുതൽ 25 വരെ രാവിലെ 6 മുതൽ 7 വരെ വിഷ്ണു സഹസ്രനാമ ജപം, പ്രാണായാമം, ധ്യാനം, തുടർന്ന് രാത്രി 7:30 വരെ ഭാഗവത പാരായണം, പ്രഭാഷണം എന്നിവ നടക്കും. 23-ന് വൈകിട്ട് 7-ന് രുക്മിണി സ്വയംവരം ദൃശ്യാവിഷ്കരണം, രുക്മിണി സ്വയംവര ഘോഷയാത്ര, 25-ന് ഉച്ചയ്ക്ക് 12-ന് യജ്ഞസമർപ്പണം, ആചാര്യ ദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം എന്നിവയോടെ സമാപിക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് NP ബാബു, സെക്രട്ടറി B വിജയകുമാർ, TK അശോക് കുമാർ എന്നിവർ വ്യക്തമാക്കി. കലിയുഗവരദനായ പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുസന്നിധിയിൽ വർഷങ്ങളായി മുടക്ക് കൂടാതെ നടത്തിവരാറുള്ള ഭാഗവത സപ്താഹയജ്ഞം ഈ വർഷം ആഗസ്റ്റ് 18-ാം തീയതി തുടങ്ങി 25-ാം തീയതി പര്യവസാനിക്കുകയാണ്. ലോകപ്രശസ്ത ഭാഗവതാചാര്യൻ സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യജി ആചാര്യസ്ഥാനം അലങ്കരിക്കുന്നു എന്നത് ഈ കൊല്ലത്തെ സപ്താഹയജ്ഞത്തിന് മാറ്റുകൂട്ടുന്നു. അദ്ദേഹം നമുക്ക് അന്യനല്ല. ശ്രീമദ് ഭാഗവതം, രാമായണം, ഭഗവത്ഗീത എന്നിവയുടെ സാരോപദേശങ്ങൾ TV-യിലൂടെയും ഫോണിലൂടെയും നമുക്ക് പകർന്നു നൽകുന്നത് വഴി മനുഷ്യരാശിയുടെ നല്ലൊരു ഭാവിക്കായി വഴികാട്ടുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി മുതൽ 151ഓളം അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാരായണീയ പാരായണം, തുടർന്ന് ആചാര്യാവരണം. യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കാനുള്ള ഈ ശ്രീകൃഷ്ണ വിഗ്രഹം വാദ്യമേളങ്ങളോടെ യജ്ഞവേദിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നു. തുടർന്ന് വിഗ്രഹ പ്രതിഷ്ഠ, യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിക്കൽ, തുടർന്ന് ചൈതന്യജിയുടെ സപ്താഹ മഹാത്മ പ്രഭാഷണം. ഭാഗവത സപ്താഹ യജ്ഞക്രമങ്ങൾ രാവിലെ 6 മണി മുതൽ 7 മണി വരെ വിഷ്ണു സഹസ്രനാമ ജപവും ഭാഗവത പാരായണം, പ്രഭാഷണം മുതലായവ നിത്യേന ഉണ്ടായിരിക്കുന്നതാണ്. ഇതുകൂടാതെ ഗുരുവന്ദനം, മാതൃവന്ദനം, കൂടാതെ രുക്മിണി സ്വയംവരം, നരസിംഹാവതാരം ഇത് അവതരിപ്പിക്കുന്നത് കൊല്ലം കലാവേദി കഥകളി സംഘമാണ് അവതരിപ്പിക്കുന്നത്. കൃഷ്ണാവതാരം ദൃശ്യാവിഷ്കരണം അവതരിപ്പിക്കുന്നത് കീഴിലം ദിവാകരൻ ടീമാണ്. ഹംസവധം ദൃശ്യാവിഷ്കരണം കൊല്ലം കലാവേദി കഥകളി സംഘം അവതരിപ്പിക്കുന്നു. ശ്രീകൃഷ്ണ കുചേല പുനഃസംഗമം ദൃശ്യാവിഷ്കരണം കീഴിലം ദിവാകരനും കലാമണ്ഡലം വിനയും സംഘം അവതരിപ്പിക്കുന്നു. 7-ാം ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ യജ്ഞസമർപ്പണവും ആചാര്യ ദക്ഷിണയും യജ്ഞപ്രസാദ വിതരണവുമാണ്. എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകുന്നേരം ചായ എന്നിവ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളതാകുന്നു. ഈ സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കുവാനായി മറ്റു ജില്ലകളിൽ നിന്നും ഇപ്പോൾ തന്നെ സ്ഥലങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളതാകുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുവാനായി നമുക്ക് കിട്ടിയ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും സഹകരിക്കണമെന്നും അയ്യപ്പസ്വാമിയുടെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.